new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. റെക്കോർഡുകൾ ഭേദിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ഒരു വർഷം തികഞ്ഞിരിക്കുന്നു. 1.32 മില്യൺ TEU, 615 വെസൽ കോളുകൾ തുടങ്ങി ഒരു പുതിയ സ്റ്റാൻഡേർഡ് തന്നെ ഇന്ത്യയിൽ വിഴിഞ്ഞം സെറ്റ് ചെയ്തു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും മാരിടൈം ആംബിഷൻസിനെ റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം അതിവേഗമാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് ഉയരുന്നത്. കേരള സർക്കാരിന്റെ പാർട്ണർഷിപ്പോടുകൂടെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഡിസംബർ 3 ബുധനാഴ്ച ഒരു വർഷം തികച്ചു. മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല വിഴിഞ്ഞം പോർട്ടിന്റെ പ്രത്യേകത, അതിന്റെ ജിയോഗ്രഫി കൂടെയാണ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഫാർ ഈസ്റ്റ് എന്നിവയെ ലിങ്ക് ചെയ്യുന്ന പ്രധാന ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈലുകൾ അകലെയാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. തുറമുഖത്തുള്ള 18 മുതൽ 20 മീറ്റർ വരെയുള്ള സ്വാഭാവിക ആഴം ഡ്രെഡ്ജിംഗ് കൂടാതെ ഭീമമായ കണ്ടെയ്നർ ഷിപ്പുകളെ കരയോടടുപ്പിക്കാൻ സൗകര്യവും ഒരുക്കുന്നു. 2024 ഡിസംബറിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ച വിഴിഞ്ഞത്ത് വെറും 10 മാസത്തിനുള്ളിൽ 1 മില്യൺ TEU എന്ന നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഈ നമ്പർ അച്ചീവ് ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. ഒരു വർഷം തികയ്ക്കുമ്പോൾ 1.32 മില്യൺ TEUസും 615 വെസൽ കോളുകളും വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തു. TEU എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് 20 അടി നീളമുള്ള ഷിപ്പിംഗ് കണ്ടെയ്നർ എന്നാണ്. വെസൽ കോൾ എന്നാൽ ഒരു കപ്പൽ ഒരു തുറമുഖത്തിലേക്ക് നടത്തുന്ന ഒരു വിസിറ്റ്. അങ്ങനെ നോക്കിയാൽ 1.32 മില്യൺ സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്യുകയും 615 തവണ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തെത്തുകയും ചെയ്തു. 615 വെസൽ കോളുകളിൽ 41 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും ഉണ്ടായിരുന്നു. ഇതിൽ 154 ഷിപ്പുകൾ 300 മീറ്ററിലധികം നീളമുള്ളവയും ചിലത് 399 മീറ്ററിൽ കൂടുതൽ നീളമുള്ളവയും ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ MSC ഐറീനയും സൗത്ത് ഏഷ്യയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഡീപ്പസ്റ്റ് ഡ്രാഫ്റ്റ് വെസലായ MSC വെറോണയും വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരുന്നു. ഗ്ലോബൽ ട്രേഡിലെ ജയൻസിനെ വരവേൽക്കാൻ വിഴിഞ്ഞം സജ്ജമാണ്. 10,576 TEUസുമായുള്ള ഒരു സിംഗിൾ ഷിപ്പും ഹാൻഡിൽ ചെയ്തെന്ന നാഷണൽ റെക്കോർഡും ഈ കാലയളവിൽ വിഴിഞ്ഞം സ്വന്തമാക്കി. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ ബ്രേക്ക് വാട്ടർ എക്സ്റ്റൻഷന്റെയും കണ്ടെയ്നർ ടെർമിനൽ ബെർത്തിന്റെയും നീളം കൂട്ടൽ പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടെ പ്രതിവർഷം 4 മില്യൺ TEU ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ സീറോയിൽ നിന്നും വേൾഡ് ക്ലാസ് കപ്പാസിറ്റിയിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തിനെത്താൻ വേണ്ടി വന്നത് ഒരു കൊല്ലത്തിൽ താഴെ സമയം മാത്രം. ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബിൽഡ് ചെയ്ത വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ പോർട്ടാണ്. മോഡേൺ ക്രെയിൻ സിസ്റ്റംസ്, ഓട്ടോമേറ്റഡ് റെയിൽ മൗണ്ടഡ് ഗ്യാൻറീസ് കൂടാതെ ലാൻഡ് സൈഡ് മൂവ്മെന്റിനായുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ വെഹിക്കിൾ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ വിഴിഞ്ഞത്തെ ഫ്യൂച്ചർ റെഡി ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റുന്നു. ലോകത്തിലെ വലിയ കണ്ടെയ്നർ ഷിപ്പുകളെ നേരിട്ട് ആകർഷിക്കാൻ കഴിയുന്നതോടെ ട്രാൻസിറ്റ് സമയം, ലോജിസ്റ്റിക്സ് കോസ്റ്റ്, വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് എന്നിവയൊക്കെ കുറയ്ക്കാൻ വിഴിഞ്ഞത്തിലൂടെ കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തൊഴിലുകൾ, തൊഴിൽ സാധ്യതകൾ, മെച്ചപ്പെട്ട കണക്ടിവിറ്റി, ഒപ്പം സ്ട്രാറ്റജിക് മാരിടൈം ഹബ്ബായി മാറുവാനും വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കഴിഞ്ഞു. ബോൾഡ് ഐഡിയയിൽ നിന്നും റെക്കോർഡ് ബ്രേക്കിംഗ് റിയാലിറ്റിയായി മാറാൻ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു വർഷം തികച്ചു വേണ്ടി വന്നില്ല. ഇന്ത്യയുടെ, കേരളത്തിന്റെ ഗ്ലോബൽ ട്രേഡിന്റെ ഭാവിക്ക് വിഴിഞ്ഞം പവർ ഹൗസ് ഒരു ഉത്തേജനം തന്നെയാണ്.